പോലീസൊക്കെ ഇത്ര നെറികെട്ട രീതിയിൽ ഈ ഭരണ നേതൃത്വം പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോലും അറിയാത്ത ഒരാളാണ് ഇത്രയധികം ഇത്രയും വലിയൊരു നഗരിയുടെ തലസ്ഥാന നഗരിയുടെ മേയറായിട്ടിരുന്നുകൊണ്ട് ആ നഗരത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തില് അടുത്തൊരു സുകുമാരക്കുറിപ്പാകുമോ എന്നാണ് സംശയം. ഇന്നും ഇപ്പം 1-2 യൂട്യൂബർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇരക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അകത്ത് എന്ത് ന്യായമാണ് ഇരിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയാം, കുറെ നാളുകളായിട്ട് എന്ന് അധികാരത്തിൽ വന്നു അന്ന് മുതൽ ആര്യ രാജേന്ദ്രൻ സ്പേസിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി എന്നല്ലേ പറയണത്. ആണിനും പെണ്ണിനും ഒരേ രീതിയിലുള്ള നിയമം വേണമെന്ന് പറയുകയും ചെയ്യും. പക്ഷെ പല കാര്യങ്ങളിലും പ്രിവിലേജ് പെണ്ണിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ അകത്ത് ഒരു കാരണവശാലും അവൻ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്റെ പഴയ തലമുറയുടെ അതേ ഒരു സ്വഭാവം പിന്തുടരുകയാണെന്ന് പറയും. രാഹുല് എനിക്ക് തോന്നുന്നില്ല ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ ഒന്നും കടന്നിട്ടില്ല. അദ്ദേഹം നാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, രണ്ടുപേരും വളരെ യങ് ആണ്. രണ്ടുപേരും പൊളിറ്റിക്സിലേക്ക് വന്ന് ഇവർക്ക് രണ്ട് ഭാവിയുള്ള ആൾക്കാരാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് കളിക്കാൻ പറ്റുന്നവരാണ് കോൺഗ്രസ്സുകാരൻ. നാണമില്ലാതെ പറയാതെ വാല് പിടിക്കുക എന്നല്ല പറയണം, അതിനെ ആസനം നക്കുക എന്നൊക്കെ നമ്മൾ പല ഭാഷയിൽ പറയാറുണ്ട്. അതിനേക്കാളും വൃത്തികെട്ട രീതിയിലാണ്, രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞത്. അന്ന് ആ ക്യാമ്പ് നടന്ന സമയത്ത് അവിടുത്തെ റെഡ് സ്ട്രീറ്റില് ഇതുപോലെ യൂത്തന്മാർ കയറിയിട്ട് ആ ചേട്ടൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം പോയി കഴിഞ്ഞാൽ അവർ റെഡ് സ്ട്രീറ്റ് അടച്ചിട്ടു എന്ന് പറഞ്ഞു അവിടുത്തെ സ്ത്രീകൾ. കോടതിയുടെ തീരുമാനം വന്ന് അടുത്ത നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ അല്ല, പുറത്താക്കുക ചെയ്തിരിക്കുന്നത്. ആദ്യം സസ്പെൻഡ് ചെയ്തിരുന്നു, എല്ലാ അധികാരങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ പുറത്താക്കുക ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഊഹാപോഹങ്ങളിലൂടെ ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞു. ഊഹാപോഹം ആദ്യം പറഞ്ഞു വന്നത് നമ്മൾ റീക്കഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം അത് ഇടതുപക്ഷം കൊണ്ടുവരാതെയാണ് പിന്നെ ആരും അവിടെ ആ തിരുവനന്തപുരം നഗരം മുഴുവൻ തൂറി വെടുപ്പാക്കിയത്. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഹുൽ വിഷയം എല്ലാ മറ്റു വിഷയങ്ങളെക്കാളും ഏറെ കത്തി നിൽക്കുകയാണ്. 9 ദിവസമായി രാഹുൽ ഒളിവിലാണ്. കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതാണോ അതോ മനഃപൂർവ്വം കണ്ടെത്താത്തതാണോ? എന്താണ് സംഭവിക്കുന്നതെന്ന് ഗവൺമെന്റിനും അറിയാം, പോലീസിനും അറിയാം, ഈശ്വരനും അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം, പിന്നെ ബാക്കി കുറച്ചു പേർക്കും അറിയാം. രാഹുൽ വിദേശത്തേക്ക് കടന്നു, ബ്രിട്ടനിലേക്ക് കടന്നു, അമേരിക്കയിലേക്ക് കടന്നു എന്നൊക്കെയാണ് നാട്ടിലുള്ള സോഷ്യൽ ഹാൻഡിലുകളെല്ലാം പറഞ്ഞു പരത്തുന്നത്. രാഹുൽ അമേരിക്കയിലാണോ? അതേ സമയത്ത് തന്നെ ആര്യ രാജേന്ദ്രന്റെ യദുവുമായിട്ടുള്ള കേസിന്റെ കുറെ പുതിയ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കോടതി കേസ് ഫയലിൽ നിന്ന് ആര്യ രാജേന്ദ്രനെയും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിന്റെയും പേര് ഒഴിവാക്കി കൊണ്ടുള്ള പുതിയ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇതെങ്ങനെയാണ് കാണുന്നത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എന്താണ് ജിൻസിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പൊ നമ്മളിന്ന് കേരളത്തിലെ വിഷയങ്ങൾ 2 കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പൊ അത് പറയാൻ പറ്റില്ല. രാഹുൽ ഓൾറെഡി കോൺഗ്രസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അപ്പൊ പിന്നെ രാഹുലിനെ കുറിച്ച് പറയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് രാഹുല് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംരക്ഷണയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. അതേ ഒരു വിദേശത്തേക്കും കടന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കസ്റ്റഡിയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ സാധാരണ വരുമ്പോൾ തന്നെ ഇവരോട് വക്കീലന്മാർ ഉപദേശിക്കാറുണ്ട്, നിങ്ങളൊരു 3-4 ദിവസത്തേക്കെങ്കിലും പിടി കൊടുക്കാതിരിക്കണം. പിടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തെളിവുണ്ടാക്കുക എന്നുള്ളത്, പിന്നെ പോലീസുകാർക്ക് ഒരു തെളിവില്ല. അവര് ആകാശത്ത് നിന്നാണല്ലോ കേസുകൾ പിടിച്ചിട്ട് തെളിവുണ്ടാക്കുന്നത്. അപ്പൊ ഈ കേസിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് നാട്ടിലിരുന്ന് പറയുന്ന ആൾക്കാരെ, ഇപ്പം യൂട്യൂബർമാരെ ഒക്കെ 1 by 1 ആയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പത്രപ്രവർത്തകരെ ഭീതിപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോലീസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലീസിന്റെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത തെളിവുകളെല്ലാം ഉണ്ടാവും. പക്ഷെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് അങ്ങ് തീർന്നു പോകും. ഇതിന്റെ ഇപ്പൊ ഈ ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യതയും കിട്ടുന്നില്ല. ഈ പോലീസൊക്കെ ഇത്ര നെറികെട്ട രീതിയിൽ ഈ ഭരണ നേതൃത്വം പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. കാരണം
ഈ പണ്ടിപ്പോ ഇതിനെക്കുറിച്ച് പറയണത് ഇപ്പം ഈ രാഹുലിന്റെ ഭാഗത്തുള്ള ഓപ്പോസിറ്റ് ഉള്ളത് എരയാന്നാണല്ലോ പറയപ്പെടുന്നത്. നമുക്ക് ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഒരു സംശയമൊന്നുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് എരയാണോ ഇനി പീഡുകയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല, നമുക്ക് പറയാനും പറ്റിയല്ല. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അതൊരു എരയായിട്ട് കണക്കൂട്ടാൻ പറ്റിയല്ല. കാരണം നേരത്തെ ഇപ്പൊ നിലവിലില്ല. ഇന്ത്യൻ പീനൽ കോഡ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നിയമ വകുപ്പുണ്ടായിരുന്നു, അഡൽട്ടറി എന്ന് പറഞ്ഞാൽ. അതായത് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷൻ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷൻ കുറ്റക്കാരനാകുന്ന അഡൽട്ടറി എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു, 497 IPC. അപ്പൊ ആ നിയമം അത് കഴിഞ്ഞ് അതെനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് അത് അബാൻഡൻ ചെയ്തു. അതായത് ഇന്നിപ്പോ അഡൽട്ടറി തെറ്റല്ല, പക്ഷെ മോറൽ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുരുഷന് മാത്രമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അഡൽട്ടറിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇത് രണ്ടുപേരും ഒരേ തുല്യ പങ്കാളിത്തത്തിൽ വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പം അതിനെ ഈ ഡൈവോഴ്സിനൊക്കെ ഒരു മാനദണ്ഡമാക്കാമെങ്കിലും അതിനൊരു കുറ്റകരമായിട്ട് കാണാൻ പറ്റിയല്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും ഒരു രാഷ്ട്രീയ തമസിൽ ഇത്രയും കാലം ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ ഈ പോലീസ് എങ്ങനെയാണ് തെളിവുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എസ്കത്തിയുടെ കാര്യം അറിയാം. ഇപ്പൊ ഒരു കേസിന് ഇപ്പൊ രാഹുൽ അല്ല ആര് അറസ്റ്റ് ചെയ്യപ്പെട്ട, രാഹുലിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റവും വെറുക്കപ്പെട്ടവനാക്കി മാറ്റാനുള്ള ഒരു കളിയാണ് ആദ്യം പോലീസ് ചെയ്യുന്നത്. അത് പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സ്വാമി ഉണ്ടായിരുന്നു, സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ, നമ്മുടെയൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പാ. ഈ സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അന്ന് ഒത്തിരി ഇതിൽ വന്നത്. എനിക്ക് കുറെ കാലം 10-25-30 വർഷമായിട്ടുള്ള ഒരു കേസാന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ പത്രങ്ങളിൽ വരുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 10-30 ബ്ലൂ ഫിലിമിന്റെ CD കിട്ടി, ചാക്ക് കണക്കിന് കോണ്ടം കിട്ടി എന്നൊക്കെ പറഞ്ഞ്, അതായത് ഒരു ആളെ അത് ടാർണിഷ് ചെയ്ത് തേജോവധം ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ ആരെയും നിൽക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യം പോലീസ് ഉണ്ടാക്കിയെടുക്കുക. അത് പോലീസിന്റെ ഒരു രീതിയാണ്. ഇപ്പൊ ഈ മറ്റേ നമ്മുടെ പോൾ മുത്തൂറ്റിനെ കൊന്ന എസ്കത്തി അറിയാലോ, വിവാദമായിട്ട്. ഇങ്ങനെ എല്ലാ കേസിലും ഈ നിയമത്തിന്റെ പഴുത് അടയ്ക്കാനായിട്ട്, ഇപ്പൊ ഒരു കുറ്റവാളിയാണെങ്കിൽ ആ പഴുത് അടയ്ക്കാനായിട്ട് ചില തെളിവുകളൊക്കെ സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇത് മിക്കവാറും പ്രത്യേകിച്ച് ഇങ്ങനെ പൊളിറ്റിക്കൽ കേസിൽ, ഇതിപ്പം ഈ രാഹുലിന്റെ കേസിൽ രാഹുൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ രാഹുലിനെതിരെ ഇതുപോലെ അനവധി തെളിവുകൾ പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഈ അടപടലം പൂട്ടുക എന്ന് പറയുമല്ലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇപ്പം ഇന്നും ഇപ്പം 1-2 യൂട്യൂബർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇരക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് എന്ത് ന്യായമാണ് ഇരിക്കുന്നത്? ഇപ്പൊ ഞാൻ പറയാം, ഒരു മോറൽ സൈഡ്, ഇപ്പൊ നിയമം അതേപടി അനുസരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നിയമത്തിന്റെ ഒരു 2 കൂട്ടർക്കും നമ്മൾ പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി എന്നല്ലേ പറയണത്. ആണിനും പെണ്ണിനും ഒരേ രീതിയിലുള്ള നിയമം വേണമെന്ന് പറയുകയും ചെയ്യും. പക്ഷെ പല കാര്യങ്ങളിലും പ്രിവിലേജ് പെണ്ണിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ അകത്ത് ഒരു കാരണവശാലും നിയമത്തിന്റെ ഒരു പഴുതിൽ കൂടി നോക്കിയാലും അല്ലാതെ നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ അകത്ത് എര എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് പോലീസിന്റെ കയ്യിൽ രാഹുലിനെ കിട്ടിക്കഴിഞ്ഞു. രാഹുല് എനിക്ക് തോന്നുന്നില്ല ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ ഒന്നും കടന്നിട്ടില്ല. അദ്ദേഹം നാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. അതുപോലെ ആര്യ രാജേന്ദ്രന്റെ കേസ്, അത് വളരെ കൃത്യമായിട്ടുള്ള ഈ കേസ് ശരിക്കും പറഞ്ഞാൽ ഒരു ബയാസ്ഡായിട്ട് ആ പോലീസ് അവരെ രക്ഷപ്പെടുത്തുകയാണ്. കാരണം ഒരു MLA-യും ഭരിക്കുന്ന പാർട്ടിയുടെ അത് എത്ര വൃത്തികെട്ട രീതിയിലാണ് അതിനെ പോലീസ് കൈകാര്യം ചെയ്ത് നോക്കുക. ഞാൻ അതിന്റെ ഭരണ നേതൃത്വത്തെ പറയില്ല. അതായത് സത്യസന്ധരായിട്ടുള്ള ഒരു ലോ ഓഫീസേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, നിയമപാലകർ ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഭരണ നേതൃത്വത്തിന്റെ വാല് പിടിക്കുക എന്നല്ല പറയണം, അതിനെ ആസനം നക്കുക എന്നൊക്കെ നമ്മൾ പല ഭാഷയിൽ പറയാറുണ്ട്. അതിനേക്കാളും വൃത്തികെട്ട രീതിയിലാണ്, രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മേയർ കാണിച്ചത് നമ്മൾ കണ്ടാണ്. ആ ബസ്സിലെ റെക്കോർഡിങ് വരെയും ഇതെല്ലാം മുക്കി. കാരണം അറിയാലോ, സംഘടനാപരമായിട്ട് വളരെ ശക്തമായ ഒരു പാർട്ടിയുടെ മേയറാണ്. ആ മേയറിനെയും ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്കൊരു നിയമവാഴ്ച ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വളരെ കൃത്യമായിട്ട് അവരെ ഓപ്പറേറ്റ് ചെയ്ത് അവരെ ഒഴിവാക്കി ഒരു പാവപ്പെട്ട ബസ് ഡ്രൈവറെ കുരുക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർ രാത്രിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഇല്ലാത്ത ഷോ കാണിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയിട്ട് ആ കേസിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് പോലീസ് ഇവരെ ഊരിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബനാന റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നതുകൊണ്ട്
ഈ പറയുന്ന പോലെ മെയിൻ സ്ട്രീം മീഡിയകളും നമ്മൾ പറയുന്ന പോലെ മാപ്പറുകളും ഒക്കെ ഭരണ നേതൃത്വത്തിന്റെ അഡ്വർടൈസ്മെന്റ് മേടിച്ച് അല്ലെങ്കിൽ അവരുടെ ഓശാന പാടി അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഉള്ളതുകൊണ്ട് അതിന് ഓശാന പാടുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയ എയറിലേക്കല്ല സ്പേസിലേക്ക് അവരെ വിടാൻ അങ്ങനെയെങ്കിലും ഒരു സംവിധാനമുള്ളതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. അതും കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ഈ നാട് ഇവർ കുട്ടിച്ചോറാക്കിയനെ. ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അധികാരത്തിന് എത്ര മോശമായിട്ടാണ് അതിനെ വിനിയോഗിക്കുന്നത് എന്നുള്ളത് പറയാം. നമുക്കിത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതിന്റെ 10-1 ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ അവരുടെ പൊസിഷനും പോവും, അവരുടെ ഭരണവും പോവും, അവർ രാഷ്ട്രീയത്തില് പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഈ ആര്യ രാജേന്ദ്രന്റെ കേസ് എടുക്കുമ്പോഴത്തേനും ഒന്നല്ല പലതരം അഴിമതി കഥകൾ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ യദുവായിട്ടുള്ള ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് എവിഡന്റ് ആയിരുന്നു അത് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത്. ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് ആ വീഡിയോയിൽ കൂടെ. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതായത് ഒരു ട്രാൻസ്പോർട്ട് ബസ് വരിക, അതിനെ കുറുകെ കൊണ്ട് വേറൊരു കാർ ഇടുക, പിന്നെ എന്നിട്ട് അതിനകത്തേക്ക് ഡ്രൈവറുടെ സീറ്റിന്റെ അവിടേക്ക് കയറി പോവുക, എന്നിട്ട് ബാക്കിയുള്ള അതിനകത്ത് സഞ്ചരിച്ചിരുന്ന ആൾക്കാരെ എല്ലാരെയും ഇറക്കുക. ഇതൊന്നും ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സാധാരണ ഇവിടെ ഒരു വണ്ടി പുറകിലോ മുന്നിലോ സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചാലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഒരഞ്ഞാൽ പോലും നമ്മളിവിടെ റോഡിലേക്ക് ഇറങ്ങി നിന്ന് മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും തടസ്സം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉന്തും തള്ളും ഉണ്ടാക്കുകയോ ചീത്ത പറയുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ഡ്രൈവർ സീറ്റിൽ ഇറങ്ങി കൈ രണ്ടും ഹാൻഡിൽ വെച്ചില്ലെങ്കിൽ അവര് പടക്കം പൊട്ടിച്ചിട്ട് സംഗതി വെടിവെച്ചിട്ട് പോകും. അതുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പോലീസുകാരന്റെ അന്നേരത്തെ മൂഡ് അനുസരിച്ചിരിക്കും. പോലീസ് വരുന്നതിന് മുന്നേ പോലും നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട്. ഒരു വണ്ടി ആക്സിഡന്റ് ആയാല് നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കും, നമ്മുടെ വണ്ടിക്ക് എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റേ വണ്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് രണ്ടുപേരുടെയും ഇൻഷുറൻസ് നമ്മൾ കൈമാറിയിട്ട് നമ്മുടെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മൂവ് ചെയ്ത് സൈഡിലേക്ക് മാറ്റും. മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോലീസിനെ വിളിക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള ആൾക്കാർ അപ്പൊ തന്നെ പോലീസിനെ അവര് വിളിച്ചോളും. 2 മിനിറ്റിനുള്ളിൽ പോലീസ് വണ്ടി വന്നോളും. പക്ഷെ ഇത് അവിടെ അങ്ങനെയല്ല. അപ്പൊ തന്നെ അതൊരു ബഹളമാകുക, അടിയാകുക, പ്രശ്നമാകുക. അതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം മാറേണ്ടത്. ആ ഒരു സിറ്റുവേഷൻ മാറേണ്ട കാലം കഴിഞ്ഞു. ഈ അധികാരത്തിൽ ഇരിക്കുന്നത് അതൊരു കൗൺസിലർ അല്ല, ഒരു മേയറാണ്, ഒരു തലസ്ഥാന നഗരിയുടെ മേയറാണ്. അങ്ങനെ ഒരു അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അത് ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോലും അറിയാത്ത ഒരാളാണ് ഇത്ര വലിയൊരു തലസ്ഥാന നഗരിയുടെ മേയറായിട്ടിരുന്നുകൊണ്ട് ആ നഗരത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് മുട്ടട വാർഡില് മത്സരിക്കാൻ നിന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പിന്നെ എന്താ പറയാ ഇലക്ഷൻ ലിസ്റ്റിൽ പേരിന്റെ വിഷയത്തിൽ പോലും മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിന്റെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പോലും വന്നിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം തരം താഴ്ന്ന, അതായത് അധികാര ദുർവിനിയോഗമാണെന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പൊ കുറെ നാളുകളായിട്ട് എന്ന് അധികാരത്തിൽ വന്നോ അന്ന് മുതൽ ആര്യ രാജേന്ദ്രൻ സ്പേസിൽ തന്നെയാണ്. അതാണ് നമ്മൾ ഈ 2 വിഷയവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്പോസിറ്റ് പൊളിറ്റിക്സിനെ കുറിച്ചാണെങ്കിലും ഈ 2 വിഷയത്തിൽ ഈ പോലീസ് കാണിക്കുന്ന ഒരു പക്ഷപാതിത്വം, അതായത് ഭരണ നേതൃത്വത്തിന്റെ അറിവോടെ അവർ കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി കളിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇത് 2 ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പിക്കൽ 2 എക്സാമ്പിൾ ആണ്. അതാണ് ഇത് 2 കൂടെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, രണ്ടുപേരും വളരെ യങ് ആണ്. രണ്ടുപേരും പൊളിറ്റിക്സിലേക്ക് വന്ന് ഇവർക്ക് 2 ഭാവിയുള്ള ആൾക്കാരാണ്. കാരണം ആര്യ രാജേന്ദ്രൻ ആയാലും വളരെ ചെറുപ്രായത്തില് പിന്നെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട് ഏറ്റവും ചെറുപ്രായത്തിൽ മേയറായതെന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കപ്പെട്ട ഒരു എന്താ പറയുക ഒരു കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു യുവ രക്തമൊക്കെ തന്നെയാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും അങ്ങനെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ഉന്നത പദവിയിലൊക്കെ എത്തിയ ഒരാളാണ്. പക്ഷെ രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഉള്ളില് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് ജോസഫേട്ടൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാടുണ്ടെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തില് അടുത്തൊരു സുകുമാരക്കുറുപ്പ് ആവുമോ എന്നാണ് സംശയം. സുകുമാരക്കുറുപ്പിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. 1984 ഇൻഷുറൻസ് തട്ടിക്കാൻ വേണ്ടി ചാക്കോ എന്ന് പറയുന്ന ഒരു പാവം ഫിലിം
അവൻ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്റെ പഴയ തലമുറയുടെ അതേ ഒരു സ്വഭാവം പിന്തുടരുകയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, 1995 ജൂലൈ മാസം 30 രാത്രി ഡൽഹി അശോക നഗറിലെ ഒരു റെസ്റ്റോറന്റിലെ തന്തൂരി അടുപ്പില് ഷഹന സായിദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ചുട്ടുകരിച്ചത്. അതും ഇതുപോലെ ഉപയോഗപ്പെടുത്തിയതിനു ശേഷമാണ്. അതാണ് അതിന്റെ ഒരു തലമുറയുടെ ഒരു പിന്തുടർച്ച അവകാശം ഏറ്റെടുത്ത വ്യക്തിയല്ല. അത് അന്നത്തെ ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം, സുശീൽ കുമാർ. പിന്നെ അയാളെ അറിയപ്പെടുന്നത് തന്തൂരി സുശീൽ കുമാർ എന്നായിരുന്നു. അതും എത്ര നാളിന് ശേഷമാണ് പിടിച്ചത്. രണ്ടാമത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വേറൊരു സംഭവം. പിന്നെ ഈ രാഹുലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞ രാഹുലിന്റെ ഒരു മുത്തച്ഛനാണ് തെന്നല ബാലകൃഷ്ണൻ. വളരെ നിസ്വാർത്ഥനായ ഒരു വ്യക്തി. അദ്ദേഹം അടൂർ മണ്ഡലത്തിൽ ഇലക്ഷൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ, എൻ്റെ പിതാവ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നുണ്ട്, അദ്ദേഹത്തിന് വോട്ട് പിടിക്കാനും ചോരെഴുതാനും പോയിട്ടുള്ളവനാണ് ഞാൻ. എങ്കിലും ഞാൻ പറയുക, ആ അദ്ദേഹത്തിന്, ആ മനുഷ്യന്റെ ഹൃദയത്തിന് പോലും മരിച്ചു പോയിട്ടുണ്ടെന്ന എത്രമാത്രം വേദന ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെന്നൽ ബാലകൃഷ്ണന്റെ കാര്യം പറയാമെന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, KPCC പ്രസിഡന്റായിട്ട് 2 പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം 2001 ഇലക്ഷന് അന്ന് AK ആന്റണി വടക്ക് കാസർഗോഡ് നിന്ന് തെക്കോട്ട് ഒരു യാത്ര കഴിച്ചു, ലാസ്റ്റ് ബസ്സാന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് അവിടെ കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നം. അതിന്റെ പേരിൽ അവിടെ ഒരു ബിനു എന്ന് പറയുന്നൊരു പയ്യനെ വെട്ടിക്കൊന്നായിരുന്നു. ഒരു സ്ത്രീ പറഞ്ഞു അവളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു. ആ സ്ത്രീയെ കൊണ്ടന്ന് പറയിപ്പിച്ച് എത്രയോ കോടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാ ഇലക്ഷൻ കഴിഞ്ഞ് ഭരണത്തിൽ കയറി 2 വർഷം കഴിഞ്ഞിട്ടും കൊടുക്കാതെ വന്നപ്പോൾ ആ സ്ത്രീ മുന്നേ വന്ന് പിന്നെ പത്രക്കാരുടെ മുന്നേ പറഞ്ഞു അവൻ ഞങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടില്ലായിരുന്നെന്ന്. അന്ന് ഇവർ തമ്മിലുണ്ടാക്കി അന്നത്തെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്, യു കമാൻഡ്, ഈ കമാൻഡും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ധാരണയുടെ പേരിൽ തെന്നല ബാലകൃഷ്ണനുള്ള ഭാവം KPCC ഓഫീസിൽ നിന്നൊരു വാസുള്ള കൊച്ചിന്റെ കടയിലായിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് കസേരയില്ല. ആ കസേര പിന്നെ വേറൊരാൾ കയറിയിരുന്നു. അദ്ദേഹം കയറിയിരുന്നതിന് ശേഷം ഉണ്ടായ സംഭവം എന്തുവാ, അവിടെ സ്ത്രീ പ്രതിനിധികൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുറിയുണ്ട്. അടയ്ക്കൂ സീസറെ എന്ന് പറഞ്ഞാൽ അടയ്ക്കുകയും തുറക്കൂ സീസറെ എന്ന് പറഞ്ഞാൽ തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മുറി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ, വേറെ ആരുമല്ലല്ലോ, ഇടതുപക്ഷമല്ല. നിങ്ങൾക്കറിയാം ആരാ പറഞ്ഞെന്നും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ആ തലമുറയുടെ ഒരു പിൻതലമുറക്കാരനായിട്ട് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാനേ ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇയാള് ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ അവിടെ വെച്ച് നടന്നപ്പോൾ അവിടുത്തെ ഒരു ചായക്കടക്കാരനോട് പറഞ്ഞത്, ചായയും വടയും കഴിച്ചതിന് ശേഷം ആ ചേട്ടൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയ മാതിരി പണ്ട് രമേശ് ചെന്നിത്തല NSUIന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 1984 നാഗ്പൂരിൽ വെച്ച് NSUവിന്റെ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു യൂത്ത് ക്യാമ്പ് നടന്നിരുന്നു. അന്ന് ആ ക്യാമ്പ് നടന്ന സമയത്ത് അവിടുത്തെ റെഡ് സ്ട്രീറ്റിൽ ഇതുപോലെ യൂത്തന്മാർ കയറിയിട്ട് ആ ചേട്ടൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം പോയി കഴിഞ്ഞാൽ അവർ റെഡ് സ്ട്രീറ്റ് അടച്ചിട്ടു എന്ന് പറഞ്ഞു അവിടുത്തെ സ്ത്രീകള്. കാരണം പൈസ കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ തലമുറ നോക്കുമ്പോൾ തലമുറയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ എന്നെ അത് മാത്രമായിട്ട് എടുത്തു പറയണ്ട, തലമുറയായിട്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ യൂത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു കേട്ടോട്ടെ ജിൻസേ. പണ്ടൊക്കെ ഞാൻ വായിച്ചതാ, ഒരു 7 വർഷത്തിന് മുമ്പ് വായിച്ച ഒരു കഥയാ. ഒരു മുത്തശ്ശൻ സ്വാതന്ത്ര്യ സമരത്തിനകത്തൊക്കെ പങ്കെടുത്ത വ്യക്തിയാ. അദ്ദേഹത്തിന്റെ മകള് ചെറുമകള് 10, 14 വയസ്സ്, അല്ല 16 വയസ്സുള്ള സമയത്ത്, ഇപ്പോഴല്ല, മുത്തച്ഛനല്ല അന്ന് അച്ഛൻ മകളെയും കൊണ്ട് ട്രെയിനിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ നിന്ന് പോകണം. അന്നേരം ഈ കൂപ്പയില് നോക്കുമ്പോൾ ഒരു കതറിട്ട ഒരാളുണ്ടായിരുന്നു. വളരെ ധൈര്യത്തോടുകൂടി ആ കതറിട്ട്, ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ആ കതറിട്ട ആളിൻ്റെ അടുത്ത് ആ കുഞ്ഞിനെ ഇരുത്തി വെച്ച് അദ്ദേഹം വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. അതേ അച്ഛൻ മുത്തച്ഛനായപ്പം കൊച്ചുമകളെയും കൊണ്ട് ഇതുപോലെ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ ഒരു കതറിട്ട ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറ്റി കൂടെ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ വാതുക്കെ നിർത്തിയിട്ട് വാഷ്റൂമിൽ പോകേണ്ട ഗതികേട് വന്ന ഇതിനെ കതറിട്ട മനുഷ്യനെ കണ്ടാൽ ഇപ്പം പേടിയാണ്. അങ്ങനെ ആക്കി തീർത്തൊരു സമൂഹമാണ് ഇപ്പോൾ ഉള്ള ഇപ്പോഴത്തെ തലമുറ.
ജോസഫേട്ടൻ ഇത് വായിച്ചതെന്നല്ലേ പറഞ്ഞത്? ഇത് ജോസഫേട്ടൻ വായിച്ചതെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ നിറയെ വായിക്കാനായിട്ട് ഒത്തിരി എഴുതുന്ന ആൾക്കാരുണ്ടെന്ന്, എഴുത്തുകാർ ഇഷ്ടം പോലെ. ജിൻസിനോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, ജോസഫേട്ടൻ പറഞ്ഞത് ഒത്തിരി പണ്ടത്തെ കാര്യങ്ങള് ഇങ്ങനെ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജിൻസിന് ചിലപ്പോ ഇപ്പോഴത്തെ കാര്യം പറയാനുണ്ടാവും. അപ്പൊ ജിൻസ് അത് ഇപ്പോഴത്തെ തന്നെയല്ല ജോസഫേട്ടൻ പറയാം. ജോസഫേട്ടൻ ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ഈ ഒരു കേസിന്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ രാഹുലിന്റെ വിഷയത്തില് രാഹുലിന് നല്ല തീവ്രതയുണ്ടെന്നും തീവ്രതയില്ലാത്ത ഒരു MLAക്ക് മുകേഷ് MLAക്ക് യാതൊരു ശേഷിയില്ല എന്ന് വരെയും പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി മെമ്പറായിട്ടുള്ള ഒരു വനിതാ അംഗമാണ്. അങ്ങനെ വരെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് ഇതിന് ശേഷിയില്ലെന്ന്. ജോസഫേട്ടൻ ഒറ്റ കാര്യം അല്ല, ഞാൻ മുകേഷ് MLAയുടെ കാര്യം ഞാനത് പറഞ്ഞോട്ടെ. മുകേഷ് MLA അല്ല ജോസഫേട്ട, ഇപ്പൊ ഈ മന്ത്രിസഭയില് ജനത്തിന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു 4 മന്ത്രിമാരെങ്കിലും പെണ്ണ് പിടിച്ച കേസിൽ ഈ മന്ത്രിസഭയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആര് തന്നെ അവിഹിത ബന്ധത്തിന് 3-4 അവിഹിത ബന്ധത്തിന് പിടിച്ച് മോഹം മാന്തി പൊളിച്ച ഒരാൾ മന്ത്രിസഭയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ചെറ്റ പൊക്കിയതിന് പോയിട്ട് പിടിച്ച ഒരു ഒരാൾ മന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വനവകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്തിയ അതിന് പ്രത്യേക ഒരു വകുപ്പിന്റെ മന്ത്രിയായിട്ട് വേറെ ഒരു വകുപ്പും പുതിയൊരു വകുപ്പ് തന്നെ സൃഷ്ടിച്ച ഒരു മന്ത്രി ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 4 മന്ത്രിമാരുടെ മാത്രം പേരെടുത്ത് പറഞ്ഞാൽ ഉള്ള ആൾക്കാർ ഇരിപ്പുണ്ട്. രാഹുലിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. രാഹുൽ എന്ന് പറയുന്ന, നിങ്ങൾ ഈ കോൺഗ്രസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒരു കഥറിട്ട് അവിടെ ഇരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നു സാറേ, സഹാക്കന്മാരുടെ വ്യഭിചാരത്തിന്റെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് പിടിച്ചിട്ടുള്ള ഇതാണ് ഉള്ള പാർട്ടിയാണ് ഈ പാർട്ടിക്ക് പിന്നെ പാർട്ടിക്ക് സ്വന്തമായിട്ടുള്ള തീവ്രത ഇളക്കുന്ന വ്യക്തിനും പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസും കോടതിയും ഒക്കെ ഉള്ളതായതുകൊണ്ട് പുറത്തേക്ക് അധികം വരുന്നില്ല. പക്ഷെ പുറത്തു വരുന്ന ഈ 1-2 കേസ് നമ്മുടെ ആ ഒരു വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല. കാരണം അതിപ്പോ ഈ വിഷയം അവര് രണ്ടുപേരും അതിനകത്ത് പിന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, കരുണാകരന് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം രമേശ് ചെന്നിത്തലയും ജി കാർത്തികേയനും ഷാനവാസും എല്ലാം കൂടെ ഒരു തിരുത്തൽവാദം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. രാഹുൽ ചെയ്ത രാഹുലിനെതിരെ വന്ന ഒരു അലിഗേഷൻ ആണെങ്കിൽ തന്നെയും ഇതുപോലത്തെ കേരളത്തിൽ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന 99 MLA പിണറായി വിജയൻ ഒഴിച്ചിട്ട്, പിണറായി വിജയന്റെ താല്പര്യം അതിലല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിനുള്ള താല്പര്യം അല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള ബന്ധം ഇത് പുറത്തു വന്നില്ല എന്നുള്ളൂ. കട്ടവനെ പിടിച്ചു കഴിഞ്ഞപ്പം ഇതിനകത്ത് പല ആൾക്കാരും കേസ് പുറത്തു വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ സർക്കിളിൽ പറയാണ്. പണ്ട് അച്യുതാനന്ദൻ നിയമസഭയിൽ ഈ മുത്തൂറ്റിന്റെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ഡൈവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക്ലെറ്റ് അടിച്ച് നിയമസഭയിൽ 140 MLA-മാർക്കും കൊടുത്തായിരുന്നു. പക്ഷേ കാരണം അങ്ങനെയുള്ള കേസുകളിലൊന്നും ഒരു MLA-മാരും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വരുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ചരിത്രമൊന്നും അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് നിങ്ങൾ പറയാണ് ഇത് അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് രാഷ്ട്രീയം പറയണ ഭരണപക്ഷവും പ്രതിപക്ഷവും നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിക്ക് അത് ഈ ഭരണപക്ഷത്തിന്റെ അകത്തിരിക്കുന്നതിന്റെ 10-1 കേസ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വലതുപക്ഷത്തിലില്ല. അതുകൊണ്ട് ജോസഫൻ ആ കാര്യം പറഞ്ഞിട്ട് അതെന്തായാലും ചരിത്രം കാണിക്കുന്നതല്ലേ. കേരളത്തിൽ ഒരു പാർട്ടി തന്നെ ഉണ്ടായത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പാണല്ലോ. ആർ ശങ്കർ ഇടതുപക്ഷം അല്ലല്ലോ ഇതൊന്നും കൊണ്ടുവന്നേ. ചാക്കോയ്ക്കെതിരെ പൊട്ടിട്ട മണ്ണിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് കോൺഗ്രസ്. ചാക്കോയുടെ വണ്ടിയിൽ ഒരു പെണ്ണിനെ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ തട്ടുംപുറത്ത് അവിഹിതം ഇരുന്നിട്ട് ആത്മഹത്യയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോസഫേട്ടൻ അറിയത്തില്ലേ? ഏതാ അതും അറിയാം. അവര് അവിഹിതമായിട്ടല്ലല്ലോ, പരസ്പര അപ്പൊ ഇതിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് കോൺഗ്രസ് പാർട്ടിയുടെ നമ്മളിപ്പോ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനങ്ങൾ എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. കോടതിയുടെ തീരുമാനം വന്ന് അടുത്ത നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ അല്ല, പുറത്താക്കുക ചെയ്തിരിക്കുന്നത്. ആദ്യം സസ്പെൻഡ് ചെയ്തിരുന്നു, എല്ലാ അധികാരങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഇപ്പൊ പുറത്താക്കുക ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അദ്ദേഹം പുറത്താക്കിയ വ്യക്തി പാലക്കാട്ട് വോട്ട് പിടിക്കാൻ പോയപ്പോ അന്നത്തെ KPCC പ്രസിഡന്റ് എന്തോ പറഞ്ഞേ, UDF-ന്റെ ലീഡർ എന്തോ പറഞ്ഞേ, അത് കേട്ടില്ലായിരുന്നു. പുറത്താക്കിയെന്ന് പറഞ്ഞേ. എവിടെ പുറത്താക്കിയെന്ന? ഇന്നലെ
ഇന്ന് കോൺഗ്രസ് കോടതിയുടെ പാർട്ടിയിൽ നിയമം, നിന്ന് കോടതിയുടെ സസ്പെൻഷൻ ചെയ്ത ഒരു തീരുമാനം വ്യക്തി എതിരായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്താ പറഞ്ഞത്? പുറത്താക്കാൻ അല്ല സാധ്യത ഉണ്ടായിരുന്നത്? ജോസഫേട്ടാ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ചെയ്ത ഒരു വ്യക്തി അയാള് പാലക്കാടിന്റെ MLA-യോ പാലക്കാടിന്റെ MLA-യോ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാമാജികനോ അല്ലാതെ ആവുന്നില്ലല്ലോ. അയാൾ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ അയാൾക്ക് അവിടെ പോകണ്ടെന്ന് അവിടെ പോകണ്ടെന്ന് ജനങ്ങൾ പറയുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. MLA ആണെന്നുണ്ടെങ്കിലും കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ നീ ഇറങ്ങാൻ പാടില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും ബാധകമല്ലേ? അതായത് കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ കൂടി തിരിച്ചു എന്തുകൊണ്ടാണ് മുകേഷിനെ, KP ഗണേഷ് കുമാറിനെ മാറ്റാത്തത്? എന്തുകൊണ്ടാണ് AK ശശീന്ദ്രനെ മാറ്റാത്തത്? ഇവരെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? PK ശശി എന്തുകൊണ്ട് മാറ്റാത്ത? P ശശി എന്തുകൊണ്ടാണ് മാറ്റാത്തത്? ഇതൊക്കെ ഇവര് തലപ്പത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. എന്താ പ്രശ്നം? അവർക്ക് ശിക്ഷ കൊടുത്ത് മാറ്റിയിരുത്തുന്നില്ല. ശിക്ഷ കൊടുക്കാതെ ഈ പറഞ്ഞ കേസൊക്കെ അവിടെ നടത്താൻ പാടില്ലേ? അവരെ മാറ്റി നിർത്താൻ പാടില്ലേ? മാറ്റി നിർത്തിയിരുന്നാണെന്ന് അവരെ. അതിനുശേഷം വീണ്ടും താഴെത്തലത്തിൽ നിന്ന് വീണ്ടും പ്രവർത്തിച്ച പിന്നെ അവർ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ടല്ലോ. ഈ മാതിരി ഒരുത്തൻ തെറ്റ് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്തോണ്ടേ ഇരിക്കുവാന്നോ? പക്ഷെ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അതാണെന്നോ സംഭവിച്ചേ. മറ്റവൻ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, ശിക്ഷ കൊടുത്തു, അവനത് നിർത്തി. മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എത്ര സ്ത്രീകളാണ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്നേരം അതും ഇതും ഒരേപോലെ ഞാനിപ്പോ ഒന്നിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. തെറ്റാര് ചെയ്താലും തെറ്റാ. അല്ല, നമ്മൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഒരാള് തെറ്റ് ചെയ്ത്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് പിന്നെ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. കോടതി തീരുമാനിക്കട്ടെ, അയാളെ അറസ്റ്റ് ചെയ്യട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ജാമ്യം കിട്ടുന്നതോ ജാമ്യം കിട്ടാത്തതോ അയാളെ പോലീസ് പിടിക്കുന്നതൊക്കെ അത് കോടതി തീരുമാനിക്കട്ടെ. ഇത് കോടതിയുടെ ഇതിലുള്ള ഒരു വിഷയമാണ്. ഇത് ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിന്റെ കെടുകാര്യസ്ഥതയാണ്. ഒരു പാർട്ടിയുടെ കീഴില് പോലീസ് ഇരിക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഇതിൽ പോലീസ് ഇരിക്കുമ്പോഴത്തേനും, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വ്യതിചലിക്കുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരുടെ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അത് ന്യായീകരിക്കാൻ പറ്റുന്നതാണ്? എവിടെ വരെ നിങ്ങൾ ന്യായീകരിക്കും? എല്ലാ കാര്യങ്ങൾക്കും അല്പം മുമ്പ് പട്രീഷ്യ പറഞ്ഞ എന്തായാലും ഇങ്ങനെ ഊഹാപോഹങ്ങളിലൂടെ ഉണ്ടായതാണ്, സംസാരങ്ങളിലൂടെ ഉണ്ടായതാണെന്ന്. അന്നേരം പോലീസ് പോയി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ അനാവശ്യമായിട്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് തന്നെ നീലപ്പെട്ടിയും വെളുത്ത പെട്ടിയൊക്കെ കൊണ്ടുവന്ന ഒരു കഥയല്ല. പോലീസ് ഊഹാപോഹം പറഞ്ഞു, ഊഹാപോഹം ആദ്യം പറഞ്ഞു വന്നത് നമ്മൾ റീക്കഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമല്ലേ ആ ഇരയെന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയെ കണ്ട ഒരു പരാതി കൊടുത്തതിന് ശേഷമല്ലേ പോലീസ് ആക്ട് ചെയ്ത് തുടങ്ങി. അതിനു മുമ്പ് ആക്ട് ചെയ്തില്ല. എങ്ങനെ ആക്ട് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്ന എങ്ങനെ വായുവിൽ കൂടെ കൊണ്ടുവന്ന ഒരു പരാതിക്ക് ഇടതുപക്ഷ പോലീസ് അനാവശ്യമായിട്ട് കേസെടുക്കുന്നു. പരാതി ഉണ്ടായി, അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ, പരാതി ലഭിച്ചു, കാര്യങ്ങളില് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ആൾക്കാർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലേ? അല്ലല്ല, പരാതി ലഭിച്ചതിന് ശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടോ? സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് കിടക്കുന്നമാര് പോലീസ് അന്വേഷിച്ച് കിടക്കുമല്ലേ ഇപ്പോഴും? കഴിവുകെട്ട പോലീസാണോ കേരളത്തിലുള്ളത്? ഇത്ര കഴിവുകെട്ട പോലീസ് കണ്ടുപിടിക്കാത്തത്? പോലീസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ അവിടുത്തെ ഈ കർണാടകത്തിലെ തലമുതിർന്ന കോൺഗ്രസ്സുകാർ അവിടുത്തെ തോട്ടത്തിലെ എവിടെ കുഴി കുഴിച്ചുകൊണ്ട് എലിമാളത്ത് കയറ്റി ഇരുത്തിയേക്കുന്നവനെ പോലീസ് കണ്ടുപിടിക്കണം. കുത്തിപ്പൊക്കി കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ഇലക്ഷന്റെ തലേ ദിവസം വരെയും കാത്തിരുന്നുകൊണ്ട് ഇതിനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം ഇതിന്റെ പുറകിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇലക്ഷനെ എങ്ങനെ ബാധിക്കും, ഗവൺമെന്റിന്റെ ഇലക്ഷന്റെ സമയത്ത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ആരാന്ന് അറിഞ്ഞൂടെ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സ്വർണ്ണക്കടത്ത് എങ്ങനെ ഉണ്ടായത്? അവിടെ താക്കോൽ സ്ഥാനത്ത് ഒരാൾ കയറണമെന്ന് പറഞ്ഞപ്പോ, അതിനോട് ഇച്ചിരി താക്കോൽ സ്ഥാനത്തിലേക്ക് ഒരാൾ വരണമെന്ന് പറഞ്ഞപ്പോ കോന്നിയിലെ ഒരാളെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യിച്ചു, വേറൊരു സ്ത്രീയെ കൊണ്ട് പിന്നെ മുന്നിലിറക്കി കോൺഗ്രസ്സുകാർ തന്നെ വലിച്ചിറക്കി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു കഴിഞ്ഞത്തെ സ്വർണ്ണക്കടത്ത്. അറിയാലോ, സോറി, ഉമ്മൻചാണ്ടിയുടെ സമയത്തെ സോളാർ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആരാ കൊണ്ടുവന്നത്? ഇടതുപക്ഷമാണ് കൊണ്ടുവന്നേ.
ആരാ കൊണ്ടുവന്നത്? അത് അതല്ല, കഴിഞ്ഞ ഇടതുപക്ഷമല്ല കൊണ്ടുവന്നത്. ഇടതുപക്ഷം കഴിഞ്ഞ പിന്നെ പ്രാവശ്യം ഇടതുപക്ഷം കൊണ്ടുവരാതെയാണ് പിന്നെ ആരാ അവിടെ ആ തിരുവനന്തപുരം നഗരം മുഴുവൻ തൂറി വെടുപ്പാക്കിയത്? ഇടതുപക്ഷം ആണ് ആ കംപ്ലൈന്റ് കൊണ്ടുവന്നെന്നാ ചോദിച്ചേ. അങ്ങനെ പല 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 ആൾക്കാരെയും മുന്നിൽ നിർത്തി ഇടതുപക്ഷം കളിക്കുന്നേ, അതൊക്കെ അത് വേറെ രാഷ്ട്രീയമല്ലേ. അത് അന്നേരം അത് ഇടതുപക്ഷം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുന്നിൽ നിന്ന് കളിക്കാൻ പറ്റുന്നവരാണ് കോൺഗ്രസ്സുകാരൻ. നാണമില്ലാതെ ജിൻസെ ഇങ്ങനെ പറയാതെ ഇടതുപക്ഷം പറഞ്ഞാൽ ഉടനെ അതെ മുന്നിൽ അതെ 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 ഇടതുപക്ഷം ആ നായിക ഇപ്പൊ ഇല്ലല്ല. എവിടെയുണ്ട്? ആ നായിക ജിൻസിന് ഇപ്പൊ വേറൊരു എവിടെയുണ്ട്? കാര്യം അറിയാം. ആ കാര്യം അറിയാം. പണ്ട് നിയമസഭയിൽ ഉണ്ടായതൊന്നാ, ഈ മാണി സാറിന് അന്തരിച്ചുപോയി മാണി സാറിനെതിരായിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് അവിടെ നിയമസഭയിൽ നിർത്തി. എന്നിട്ട് അന്ന് ആ സ്ത്രീയെ കുറിച്ച് മാണി സാർ ഒരു വാക്ക് പിന്നെ പ്രസംഗം ഉണ്ടായിരുന്നു നിയമസഭയില്. ആ കൊച്ചിന്റെ മൂക്ക് കണ്ട് അല്ല അന്ന് വേറെ ആരുണ്ട് പറഞ്ഞു, മൂക്ക് കണ്ടിട്ട് ഇന്നാടെ പോലെ കണ്ണ് കണ്ടിട്ട് ഇന്നാടെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ നിയമസഭ നടക്കുമ്പോഴാണ് രമേശൻ ഈ തിരുത്തൽവാദ സമയത്തിന്റെ രമേശ് ചെന്നിത്തലയ്ക്കും കാർത്തികേയനുമായിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അതും കോൺഗ്രസ്സുകാരെയാണ് കൊണ്ടുവന്ന. ആരും അത് ഏറ്റുപിടിച്ചില്ല. ഇതും മറ്റേതും ഇതുപോലെ വന്നതാണ് നിയമസഭയില്. പക്ഷെങ്കില് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇടതുപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ചലിക്കുന്ന കോൺഗ്രസ്സുകാരാണെന്നുണ്ടെങ്കിൽ അവരെ കോൺഗ്രസ്സുകാരായിട്ട് കണക്കാക്കുന്ന എങ്ങനെയാണ്? ഏതെങ്കിലും സ്ഥാനത്തൊക്കെ അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ അന്നേരം പുറത്താക്കണമല്ലോ. നമുക്ക് കോൺഗ്രസ്സുകാരെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. കേരളത്തില് ഇപ്പൊ ഈ രണ്ട് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും നിൽക്കുന്ന രണ്ട് കേസിന്റെ ഒരു ഡീവിയേഷൻ ആണ്. ഇതിന്റെ അകത്ത് പോലീസ് എടുക്കുന്ന ചില നടപടിക്രമങ്ങളാണ്, വളരെ ബയാസ്ഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇതിന്റെ അകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ് ഇതിനകത്തുള്ളത്. അതായത് കള്ളത്തരമാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു പാവപ്പെട്ട ഡ്രൈവറിനെ ഒരു മേയറും ആ പാർട്ടിയും കൂടി ചതിച്ച് അദ്ദേഹത്തിന്റെ ജോലിയും കളഞ്ഞ് അദ്ദേഹത്തിനെ വീട്ടിൽ ഇരുത്തുന്നതിനകത്ത് എന്ത് നിയമമാണുള്ളത്? ആ ഒരു ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ ചീത്ത വിളിക്കുകയും അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയും അതിന്റെ അകത്തിരിക്കുന്ന റെക്കോർഡിങ് മുഴുവൻ എല്ലാം മുക്കിക്കളഞ്ഞു. അതൊക്കെ പാർട്ടി ഉപയോഗിച്ച് പാർട്ടി അറിയാതെയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതിന് ഓശാന പാടുന്ന ഈ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ബുദ്ധിയുള്ള ജനമല്ലേ, പബ്ലിക്കിന്റെ പൈസ, അതായത് ഒരു ആദിവാസിക്ക് കൊടുക്കുന്ന റേഷൻ കൊടുക്കുന്ന അരിയുടെ വരെയും ടാക്സ് എടുക്കുന്ന ആ വേർപ്പിന്റെ ഭക്ഷണം പോലും കഴിക്കുന്ന ഈ പോലീസുകാർ അവരുടെ കാക്കിയോട് ഒരു നന്ദി കാണിക്കണ്ടേ? ഒരു കമ്മിറ്റ്മെന്റ്. ഓക്കെ, ഒരു 10% ആൾക്കാർ കറപ്റ്റഡ് ആകാന്ന് പറയാം, 90% ആൾക്കാരെങ്കിലും ഇതിനോടൊരു കൂറ് കാണിക്കേണ്ടത്. അന്തസ്സോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പോലീസ് നീതിപൂർവമായ ഒരു നടപടി ഏറ്റെടുക്കുന്നുണ്ടോ? മുകളിലിരിക്കുന്ന ആൾക്കാര് രാഷ്ട്രീയക്കാർ പറയുന്ന അതേപടി അനുസരിക്കുന്ന കുറെ ആൾക്കാരെ തലപ്പത്ത് IG ആയിട്ടും DIG ആയിട്ടും കൊണ്ടുവന്ന് വെക്കും. അവർ പറയുന്ന ഓശാന പാടാൻ വേണ്ടിയിരിക്കുന്ന ഒരു സംവിധാനം. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വികസിതമായ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ജനതയ്ക്ക് ഇത്രയും ഇതിനും നല്ലൊരു പോലീസിനെ ആവശ്യമുണ്ട്. എല്ലാരും പറയും പോലീസുകാരെല്ലാരും അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ജിൻസ് പറയുന്ന കേട്ട, ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 2024 ഏപ്രിൽ 27 ഈ സംഭവം നടക്കുന്നത്. അന്ന് ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭർത്താവും ആ വണ്ടിയിലുണ്ടായിരുന്നു. ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആര്യ രാജേന്ദ്രൻ സഹോദരനാണ്. വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. വളരെ നേരം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഓടിച്ചുകൊണ്ടിരുന്ന യദു എന്ന് പറഞ്ഞു, ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന യദു എന്ന് പറയുന്ന ഡ്രൈവർ മോശമായ ആംഗ്യഭാഷ കാണിച്ചെന്ന്. ഈ മോശമായ ആംഗ്യഭാഷ അമേരിക്കയിലെ വെച്ച് എവിടെയെങ്കിലും ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും സായിപ്പിനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ മുന്നക്കയറ്റം എടുത്ത് ശരിക്കും അടിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കൈകൊണ്ടോ കാലുകൊണ്ടോ ഇനി ഇവിടെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയാം. കാണിച്ചിട്ട് വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യഭാഷ കേരളത്തിൽ ഇപ്പോഴും ഈ ആംബുലൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാറ്റി കൊടുക്കുന്ന എത്ര ഡ്രൈവർമാർ ഇവിടെ ആ നിലവിളി ശബ്ദം ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കേട്ടുമ്പോഴേ നമ്മൾ വണ്ടി ഒതുക്കി കൊടുക്കും. നിയമത്തെ മനസ്സിലാക്കി നിയമം അനുസരിച്ച് ജീവിക്കാൻ പഠിച്ച ഒരു സമൂഹം ഇവിടെ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മളും ജീവിക്കുന്നു. ഇതേ നമ്മൾ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. നിയമത്തെ പേടിയുള്ളൂ. നിയമവാഴ്ച ഇല്ലാന്ന് ജോസഫേട്ടൻ സമ്മതിച്ചു. അല്ല, ഒരു കാര്യം നിയമവാഴ്ച ഉണ്ടെന്നല്ല ഞാൻ ഇത് പറഞ്ഞ ഈ നടന്ന സംഭവം ഇപ്പോഴല്ലാതെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് PC ജോർജ് ചീഫ് വിപ്പ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി എത്ര പ്രാവശ്യം ഇതുപോലെ KSRTC ബസിന്റെ മുന്നിലും മറ്റുള്ളവന്റെ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയുടെ മുന്നിലും കയറി സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ബഹളം ഉണ്ടായി. അത് നിങ്ങൾ ഓർക്കുന്നില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഓർമ്മ വെച്ചേക്കുന്നതാണോ? ഈ ഓർമ്മയ്ക്ക് ഉള്ള മരുന്ന് വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. ഇല്ല, എന്താ ഇത് പറയുന്നത്? നമ്മുടെ ധർമ്മ എന്താ
ബ്രഹ്മി ബ്രഹ്മി ബ്രഹ്മ ബ്രഹ്മ അത് വായിച്ചു കളിക്കണം. ഈ ചില കാര്യങ്ങൾ മാത്രം ഓർക്കും, മറ്റു കാര്യങ്ങളെല്ലാം അല്ല മറക്കും. അത് എന്നാലും പാടില്ല. നമുക്ക് എല്ലാം നമുക്ക് ഓർക്കണം. ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയത്തെ കുറിച്ചല്ലേ നമുക്ക് അല്ല സംസാരിക്കാൻ നമ്മള് പറ്റും. ഞാനത് എന്താ പറഞ്ഞെന്ന് പറഞ്ഞോ ജോസഫേട്ട, ഇത് നമ്മള് തമാശയായിട്ട് പറയുന്നതല്ല, സീരിയസ് ആയിട്ട് എടുത്തതാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ വളരെ യങ് ആയിട്ടുള്ള ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. പൊളിറ്റീഷ്യനാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ജയിച്ചു വന്നപ്പോഴത്തേനും അവര് വളരെ യങ് ആയിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അധികാരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് കൊടുത്തത്. അതായത് തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനം കൊടുത്തു. അത് തന്നെ എന്താണ്, വേൾഡിൽ ആദ്യമായിട്ടാണ് ഇത്രയും യങ് ആയിട്ടുള്ള മേയർ എന്നുള്ള ഇതൊക്കെ നല്ല ഭയങ്കര ആഘോഷമായിട്ടാണ് അത് കൊടുത്തത്. അന്ന് മുതല് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ കൗൺസിലർമാര് ആരോപിക്കുന്നത് പോലെ പാർട്ടിയുടെ ഒരു കളിപ്പാവയായി മാറിയോ എന്ന സംശയത്തിൽ തന്നെ പല വിധത്തിലുള്ള അലിഗേഷൻസിൽ ഉൾപ്പെട്ടാണ് ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു തീർക്കുമ്പോ ഞാൻ ആ പറഞ്ഞതിൽ ഞാൻ പറയുന്നുണ്ട് അലിഗേഷൻസ് ആയിരുന്നു എന്ന്. നമുക്കറിയത്തില്ല, അലിഗേഷൻസിൽ കുറെ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. നമ്മുടെ ബാക്ക് എൻഡിലുള്ള ആൾക്കാരിൽ 3-4 പേര് തിരുവനന്തപുരംകാരുണ്ട്. ഇത് ആൾക്കാർ കൂടുതലും ആ തിരുവനന്തപുരംകാരാണ്. ഇത് അതിൽ കുറെയൊക്കെ സത്യമായിരുന്നു. അല്ല ഞാൻ പറയുന്നത് അതിൽ കുറെ കാര്യങ്ങൾ സത്യമായിരുന്നു. ഞാൻ അതിൽ അടൂരിന്ന് 2 മണിക്കൂർ എടുത്താൽ മതിയല്ലോ നിങ്ങൾക്ക്. ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ജോസഫേട്ടന് ഇപ്പൊ ജോസഫേട്ടൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിൽ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരാം. ആറ്റുകാൽ പൊങ്കാല നടത്താതെ പൈസ മാറ്റിയത്, പിന്നെ പൈസ മുടക്കി, ജനങ്ങളുടെ പൈസ മുടക്കി ബ്രിട്ടനിൽ വന്നിട്ട് അവാർഡ് മേടിച്ചത്, ഇതുപോലെയുള്ള ഇത് മാത്രമല്ല വേറെ എത്രയോ കാര്യങ്ങള്, ആ ആശാ വർക്കേഴ്സിന്റെ കാര്യങ്ങള്, ഇതുപോലെ എത്ര കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നേ. ആശാ വർക്കേഴ്സിന്റെ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ, ഇതുപോലെ എത്ര കാര്യങ്ങളാണ് അലിഗേഷൻസ് ആയിട്ട് വന്നത്. ഇത് എന്താണ്, പാർട്ടി സെക്രട്ടറിക്ക് ലെറ്റർ എഴുതിയത് ആർക്കാ ഇത് കൊടുക്കേണ്ടതെന്നുള്ളത്, ജോലി കൊടുക്കേണ്ട ആർക്കാന്നുള്ള ഇത് ചോദിച്ചുകൊണ്ട്, ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് ഇത് എഴുതി, ഇതൊക്കെ വെളിയിൽ വന്നതല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു തലസ്ഥാന നഗരിയുടെ മേയറായിട്ട് ഇരിക്കുമ്പോഴത്തേനും നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മളുടെ ഒരു പൊസിഷൻ, ഒരു ഇമേജ് ഉണ്ടല്ലേ, നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് കീപ്പപ്പ് ചെയ്യാനുള്ള ഇതില്ലാതെ പോയി. അപ്പൊ ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ ഒരു അധികാരത്തിലേക്ക് വന്ന വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ, യങ് പൊളിറ്റീഷ്യൻ ആയിട്ട് വന്നിട്ട് ജനങ്ങളുടെ മുൻപിൽ, ഞാൻ തിരുവനന്തപുരം മൊത്തത്തിൽ ഞാൻ പറയാണ്, ജനങ്ങളുടെ മുൻപിൽ ആര്യ രാജേന്ദ്രന് ഇപ്പൊ ഒരു ഇമേജും ഇല്ലാണ്ടായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലും വളരെ യങ് ആയിട്ട്, ഈ 3 വയസ്സിൽ അച്ഛൻ മരിച്ചു, അത് കഴിഞ്ഞ് വളർന്നു വന്ന നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് വളർന്നു വന്നാൽ നമ്മുടെ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു ഇമേജ്, അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രവർത്തകരുടെ ഇടയിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന, എതിർ പാർട്ടിക്ക് നന്നായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു പ്രോമിനന്റ് ആയിട്ട് വളർന്നു വന്ന ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി വളർന്നു വന്ന രാഹുൽ മാങ്കൂട്ടം ഇത്രയും ഉന്നത പദവിയിൽ വളരെ പെട്ടെന്ന് എത്തി, മറ്റുള്ളവർക്കൊക്കെ കിട്ടാമായിരുന്ന സ്ഥാനമാനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയം കുഴിച്ച കുഴി തന്നെയാണ്. ഇത് രണ്ടുപേരും അവര് സ്വയം കുഴിച്ച കുഴികൾ തന്നെയാണ്. എന്താ പറയാ, അറിയാൻ പാടില്ലാതെ ചെന്നിടത്ത് ചെന്ന് വീണത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇവർക്ക് തമ്മിലുള്ള അറിയാൻ പാടില്ലാതെ അറിയാൻ പാടില്ലാത്തതല്ല ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ആര്യ രാജേന്ദ്രനെ പാർട്ടി ഒരു സ്ഥാനം ഏൽപ്പിച്ചു, മേയർ സ്ഥാനം. ഈ ആ മേയർ സ്ഥാനം ശരിയായ വിധത്തിൽ ഉപയോഗിച്ച് തിരുവനന്തപുരം നഗരം എത്രമാത്രം ഭംഗിയായിട്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി നോക്കണം. ഇനി മുമ്പേ വേറൊരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടം നല്ല പ്രാസംഗികനാണ്, ആൾക്കാരെ ആകർഷിക്കുന്നവനാണ്, അതുകൊണ്ട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് മറച്ചേക്കാല്ല, മറന്നേക്കാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് കാരണക്കാരനായ ഹിറ്റ്ലറില്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ ആവേശം കൊള്ളിക്കുന്ന പ്രാസംഗികനായിരുന്നു. അയാൾ നല്ലതാണെന്ന് പറയുമോ? നമുക്ക് എന്നാണേലും ഇന്നത്തെ ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യാം. എന്നാണേലും രാഹുൽ അമേരിക്കയിൽ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെ സ്പേസിലേക്കോ എയറിലേക്കോ എങ്ങോട്ടാന്ന സോഷ്യൽ മീഡിയ വിടുന്നതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റിയല്ല. നമുക്ക് ഇവിടെ കുറ്റപ്പെടുത്തുന്നതിന്റെ കാര്യമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. അവർ ട്രൈബൽ ചെയ്തില്ല,
അവരും അവരുടെ ഭർത്താവും ഡ്രൈവ് ചെയ്തില്ല. ഡ്രൈവ് ചെയ്ത് അതിന് ആൾക്കാര് എനിവേ പുറത്തു വന്ന വീഡിയോകൾ വെച്ചിട്ട് അവരുടെ ഒരു അധികാര ദുർവിനിയോഗം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിവേ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. നമ്മൾ വീണ്ടും പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.